സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ. രഹസ്യമൊഴിക്ക് മുൻപ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായത്. മകളുടെ ബിസിനസിന് മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്ന് സ്വപ്ന പറയുന്നു. 2017 സെപ്റ്റംബറിൽ ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തിയപ്പോൾ ക്ലിഫ് ഹൌസിൽ ചർച്ച നടത്തി. ചർച്ചയിൽ എം ശിവശങ്കറും നളിനി നെറ്റോയും പങ്കെടുത്തുവെന്നും സത്യവാങ്മൂലത്തിൽ ബിരിയാണി ചെമ്പിന്റെ വിവരങ്ങൾ താനും ശിവശങ്കറും തമ്മിലുള്ള ചാറ്റിലുണ്ട്. നേരത്തെ കോടതിയിൽ സമർപ്പിച്ച ഫോണിൽ ഈ ചാറ്റുകളുണ്ട്. എല്ലാ കസ്റ്റംസിനെ അറിയിച്ചിട്ടുണ്ടെന്നും നടപടിയുണ്ടായില്ലെന്നും സ്വപ്നയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങളുമായി സുബൈ വിശ്വനാഥനും ടി ജി സജിത്തും ചേരുന്നു. സൈറ്റിലേക്ക് ഗുരുതര ആരോപണമാണ് സജിത്ത് പുറത്തു വന്നിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട്. പ്രതിഷേധം വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ആളിക്കത്താൻ അല്ലേ സാധ്യത? വിവരങ്ങൾ. തീർച്ചയായും സർക്കാരിന് മുന്നിൽ പുതിയ വെല്ലുവിളിയാവുകയാണ് സ്വപ്നയുടെ സത്യവാങ്മൂലത്തിന്റെ പുറത്തു വന്ന വിശദാംശങ്ങൾ. നേരത്തെ നൽകിയ രഹസ്യമൊഴി, സ്വപ്ന തന്നെ പരസ്യമാക്കിയ ആ രഹസ്യമൊഴിയുടെ സമാനമായ ആരോപണങ്ങൾ തന്നെ ഇതിലുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലം. സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇന്നലെ സ്വപ്ന നടത്തിയ ചില പരാമർശങ്ങൾക്ക് മറുപടി എന്നോണം സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ഈ സ്വപ്ന ക്ലിഫ് ഹൗസിലെത്തിയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അക്കാര്യം മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കി എന്നതിൻ്റെ തെളിവ് സർക്കാർ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായി തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് സ്വപ്ന എത്തിയത്. ഈ ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമല്ല, ചില സ്വകാര്യ ആവശ്യങ്ങൾ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്ന തരത്തിലേക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇതുവരെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. മറിച്ച് ഈ ആരോപണങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന പൊതു നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഈ പുതിയ നീക്കങ്ങൾ, പുതിയ പുറത്തു വരുന്ന വിവരങ്ങൾ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. ഇടതുമുന്നണിക്ക് മുന്നിൽ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. പ്രതിപക്ഷത്തിന്റെ സമരം ഒന്നുകൂടി ശക്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ശരി, തിരിച്ചു വരാം. സുബി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുബി, ഇവിടെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വന്നിരിക്കുന്നത്. മകൾ വീണയുടെ ബിസിനസിനു വേണ്ടി മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്നാണ് സത്യവാങ്മൂലത്തിൽ പ്രധാനമായും കാണിക്കുന്നത്. മറ്റെന്തൊക്കെ ഗുരുതര വിഷയങ്ങളാണ് സത്യവാങ്മൂലത്തിലൂടെ സ്വപ്ന പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രിയെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വപ്ന രഹസ്യമൊഴി നൽകുന്നതിന് തൊട്ടു മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ക്ലിഫ് ഹൌസിൽ മുറിയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഷാർജയിൽ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി ഷാർജ ഭരണാധികാരിയുമായി ചർച്ച നടത്തി. ഷാർജ IT മന്ത്രിയുമായി ഇതിനുവേണ്ടി ചർച്ച നടത്തി. ക്ലിഫ് ഹൌസിലെ ഒരു അടച്ചിട്ട മുറിയിലായിരുന്നു ഈ ചർച്ച നടത്തിയത്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ ശിവശങ്കരനും അതുപോലെ തന്നെ നളിനി നെറ്റോയും ഈ അടച്ചിട്ട മുറിയിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശിവശങ്കരൻ തന്നോട് തുടർച്ചയായി വിവരങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആശയവിനിമയം നടത്തിയത് മൊബൈലിലൂടെയാണ്. ആ മൊബൈൽ ഇപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. NIA കേസുമായി ബന്ധപ്പെട്ടാണ് ഈ മൊബൈൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ ചാറ്റുകളുണ്ട്. ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ഈ മൊബൈലിനകത്തുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് ഈ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റംസിനോട് താൻ ഈ വിവരങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ കസ്റ്റംസ് ഈ വിവരങ്ങളൊന്നും തന്നെ അന്വേഷിച്ചില്ല എന്നാണ് സ്വപ്ന സുരേഷിന്റെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ ബിരിയാണി ചെമ്പ് ക്ലിഫ് ഹൌസിൽ നിന്ന് ഈ കോൺസുലേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ കോൺസുലേറ്റിന്റെ വസതിയിൽ നിന്ന് കൊണ്ടുപോയ ബിരിയാണി ചെമ്പിൽ സമ്മാന പൊതികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കൊണ്ടുപോയത് വലിയ കാറിലാണ്, മിത്സുബിഷിയുടെ കാറിലാണ് എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. ഏതായാലും CPM-നെയും അതുപോലെ മുഖ്യമന്ത്രിയെയും വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ് സ്വപ്നയുടെ ഈ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ. ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ അതുപോലെ മകൾ എല്ലാവരും ചേർന്ന് ക്ലിഫ് ഹൌസിൽ താൻ നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് സ്വപ്ന വെളിപ്പെടുത്തുകയുണ്ടായി. അതിന് തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇതാണ്. അതായത് ഒരു വർഷത്തിന് മുമ്പ് മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായപ്പോൾ, ഈ സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന വിവരങ്ങളാണ് ഇതിൽ പുറത്തുവിട്ടിരുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് ഇതാണ്: വിവാദ നായികയെ താൻ ഒരുപക്ഷെ കണ്ടിരിക്കാം, കാരണം പല ആളുകളെ കാണുന്നതാണ്, കോൺസുലേറ്റിന്റെ ഒരു ജീവനക്കാരി ആയതുകൊണ്ട് തന്നെ അവരെ കണ്ടിരിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളും പുറത്തു വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനും കൂടുതൽ വെല്ലുവിളികളാവുകയാണ് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിക്ക് മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ. ശരി സുവി, തിരിച്ചു വരാം. സജിത, ഇവിടെ ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം പുറത്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടിയും ഇതിനെ നേരിടുക? പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇതിപ്പോ കള്ളമൊഴിയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമത്തിന്റെ സഹായം ഇല്ലെങ്കിൽ നിയമ വഴി തേടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അവിടെ. ധന്യ, പ്രതിപക്ഷത്തിന്റെ ആരോപണവും അതുതന്നെയാണ്. അതായത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പ്രതി ഗുരുതരമായ ചില പരാമർശങ്ങൾ നടത്തുന്നു. ഈ പരാമർശങ്ങൾ അങ്ങേയറ്റം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്, അതിൽ വസ്തുതയുടെ അംശം പോലുമില്ല എന്ന് സർക്കാർ വാദിക്കുന്നു, മുഖ്യമന്ത്രി വാദിക്കുന്നു. അങ്ങനെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന നീക്കത്തിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ചോദ്യം. അതായത് കോടതിയുടെ നിയമപരമായ സാധ്യത മുന്നിലുള്ളപ്പോഴും എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല, മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യവും ഇതാണ്. എന്തായാലും ഇക്കാര്യങ്ങൾക്കടക്കം വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും സ്വപ്നയുടെ മൊഴി അത് സ്വാഭാവികമായും സർക്കാർ കേന്ദ്രങ്ങൾ ഇടതുമുന്നണി നിഷേധിക്കും. കാരണം നേരത്തെ തന്നെ ഈ രഹസ്യമൊഴി പരസ്യപ്പെടുത്തിയ നിരന്തരമായി മൊഴി മാറ്റുന്ന സ്വപ്നയുടെ നിലപാടിൽ യാതൊരു വിശ്വാസ്യതയില്ല എന്ന് ഇടതുമുന്നണി നിലപാടെടുത്തിരുന്നു. സ്വാഭാവികമായും പുതിയ സാഹചര്യത്തിലും അതേ നിലപാട് തന്നെ സ്വീകരിക്കും. തെളിവുകളൊന്നും മുഖ്യമന്ത്രിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഇല്ല, മറിച്ച് ഒരു പ്രതി, ഈ കേസിൽ പ്രധാന ആരോപിതയായ വ്യക്തി നടത്തുന്ന ചില ആരോപണങ്ങളാണ്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയവും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടതുമുന്നണി മുന്നിൽ പ്രതിരോധമുയർത്തുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവാദ വിഷയങ്ങളിലും ഇതേ സമാനമായ പ്രതിരോധം തന്നെയായിരിക്കും ഇടതുമുന്നണി ഉയർത്തുക. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇതുവരെയും ഇടതു കേന്ദ്രങ്ങളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്തായാലും സ്വപ്നയുടെ വാക്കുകൾ നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒപ്പം ഈ ക്ലിഫ് ഹൗസിൽ നടന്ന ചർച്ചയിൽ നളിനി നെറ്റോയും ശിവശങ്കറും പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് നളിനി നെറ്റോയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായിട്ടൊരു ആരോപണം ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? തുടക്കത്തിൽ ഈ വിഷയം വന്നപ്പോൾ നളിനി നെറ്റോ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നല്ലെങ്കിൽ കൂടിയും ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ മറ്റാരും പ്രതികരിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ ചില ഗൂഢാലോചനകൾ, അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചില ആലോചനകൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി ഷാർജ ഭരണാധികാരിയുമായുള്ള ആലോചന നടന്നു. അത് സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഈ വസ്തുതാപ്രകാരം പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വസ്തുത സംബന്ധിച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ടവരുടെ പ്രതികരണമാണ് വേണ്ടത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ ആരോപണ വിധേയരായ മറ്റു ഉദ്യോഗസ്ഥരുടെ ഒക്കെ പ്രതികരണം നിർണായകമാണ്. ആരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾക്ക്, തുടർച്ചയായി ഉണ്ടാവുന്ന വെളിപ്പെടുത്തലുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അവർ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണത്തിലേക്ക് തന്നെ സർക്കാർ ഉറയ്ക്കും. ഇടതുമുന്നണി ഉയർത്താൻ പോകുന്ന രാഷ്ട്രീയ പ്രതിരോധവും അങ്ങനെ തന്നെയാവും. ശരി, ഇത് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാവുന്ന വലിയ തരത്തിൽ, കാരണം ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇവിടെ ഈ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടന്നു, ഇല്ലെങ്കിൽ ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തിയ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ, ഇല്ലെങ്കിൽ ഇന്നുണ്ടായതിനേക്കാൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടക്കാനല്ലേ സാധ്യത? എങ്ങനെ നേരിടും സർക്കാർ ഇതിനെ എന്നാണ് കരുതുന്നത്? സർക്കാരിന് മുന്നിൽ ഇത് വെല്ലുവിളിയാണ്. കാരണം പ്രതിപക്ഷം കൂടുതൽ ശക്തമായ നീക്കം നടത്തും. നമ്മൾ കണ്ടതാണ്, ഈ ആരോപണങ്ങൾ പുറത്തു വന്നതിന് ശേഷം, സ്വപ്ന രഹസ്യമൊഴി പരസ്യമായി തുറന്നു പറഞ്ഞതിന് ശേഷം UDF ആവട്ടെ BJP ആവട്ടെ തുടർച്ചയായ സമരപരിപാടികളാണ്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ സമരം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ ഇടങ്ങൾ, മുഖ്യമന്ത്രിയുടെ യാത്രാവേളയിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടാക്കുകയും വലിയ സുരക്ഷ ഒരുക്കി മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും അത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടവെക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. നാളെ മുതൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായേക്കാം.
ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടമാണ് സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. നാളെയും ഇവിടെ കേന്ദ്രീകരിച്ച് സമരങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും സ്വപ്നയുടെ അഫിഡവിറ്റിൻ്റെ വിശദാംശങ്ങൾ ആയുധമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ നടത്തുമെന്നും ഉറപ്പാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ സൈറ്റിലേക്ക് തിരിച്ചു വരാം. സുബി ചേരുന്നുണ്ട്. സുബി, ഇതിൽ ഈ ആരോപണങ്ങളെല്ലാം സാധൂകരിക്കാനുള്ള കൂടുതൽ വിവരം സ്വപ്ന നൽകിയ സത്യവാങ്മൂലത്തിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. കാരണം ഈ ബിരിയാണി ചെമ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ശിവശങ്കറുമായിട്ടുള്ള ചാറ്റിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ അറിയാം. അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ സ്വപ്ന പറയുമ്പോൾ അത് എത്രത്തോളം വലിയ രീതിയിൽ കേസിനെ ഇല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്നവരെ സഹായിക്കാനുള്ള തെളിവുകളാണ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന വിഷയങ്ങൾ എത്തരത്തിലായിരിക്കും? ധന്യ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് വരുന്നത്. ഈ കസ്റ്റംസ് ഒരു 30 കിലോഗ്രാം സ്വർണം പിടിക്കുന്നതോടുകൂടിയാണ് ഈ നയതന്ത്ര ബാഗേജിലൂടെ തിരിച്ചു വരാം. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഒരു പൊതുചടങ്ങിൽ സംസാരിക്കുന്നു. അവർക്കെതിരെ ഇതുപോലൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. കള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ ഞങ്ങൾ ആരെങ്കിലും നായനാരെ കുറിച്ച് പറഞ്ഞു, അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞു, ഗൗരിയമ്മയെ കുറിച്ച് പറഞ്ഞു? അപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പറ്റി കേരളത്തിലെ പ്രതിപക്ഷം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇതുപോലെ പറയുന്നത് എന്നതിന്റെ വസ്തുത ഉൾക്കൊള്ളാൻ ഈ പ്രദേശത്തിലെ സഖാക്കൾക്ക്, നല്ലവരായ സഖാക്കൾക്ക് സാധിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമുക്ക് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനകത്തൊരു മാറ്റം വന്നു. 5 വർഷം UDF, 5 വർഷം LDF എന്നൊരു തത്വം മാറി ഒരു ഭരണത്തിൽ ഒരു കണ്ടിന്യൂഷൻ വന്നിരിക്കുന്നു ഇക്കുറി. ആ ഭരണത്തിലെ കണ്ടിന്യൂഷൻ വരാനുണ്ടായ കാരണം നമുക്കൊക്കെ അറിയാം. എന്താ അതിന്റെ കാരണം? കോവിഡാണ്. കോവിഡ് ആയതുകൊണ്ട് തന്നെ 5 വർഷം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ അദ്ദേഹം നടത്തിയ കൊള്ളയും കൊള്ളിവെപ്പും അദ്ദേഹം ഉണ്ടാക്കിയ ധനാഗമ മാർഗങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പ്രചരണത്തിലൂടെ നമുക്ക് സാധിച്ചില്ല. അന്ന് ഇതുപോലെ മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ പറ്റില്ല, പ്രചരണം നടത്താൻ പാടില്ല, വീടുകളിൽ കയറി ചെല്ലാൻ പാടില്ല. അതിനൊക്കെ പരിപൂർണമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് സാധാരണ വീട്ടിൽ കയറി ഒരു ഭരണത്തിനെതിരെ പറയാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് പ്രചരണം നടത്താൻ സാവകാശം കിട്ടിയിട്ടില്ല എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ പരാജയം. കോവിഡ് വന്നു 4-5 ദിവസം കഴിയുമ്പോൾ സാധാരണക്കാരൻ അന്നൊന്ന് അധ്വാനിച്ച് അന്നൊന്ന് ജീവിക്കുന്നവൻ പട്ടിണിയിലേക്ക് പോകാൻ പോയി. എല്ലാവരും പട്ടിണിയിലേക്ക് പോകുമ്പോഴാണ് കിറ്റ് ഈ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പിണറായി സുധാകരൻ സംസാരിക്കുകയായിരുന്നു. സുബി വീണ്ടും ചേരുന്നുണ്ട്. സുബി, ഇപ്പൊ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ അത് എത്രത്തോളം വലിയ തരത്തിൽ ഇപ്പോൾ ഈ ബിരിയാണി ചെമ്പിന്റെ കാര്യമായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് ഒരുപക്ഷെ പ്രതിപക്ഷം പറയുന്നത് പോലെ അവരുന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞു. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ഈ ചാറ്റിലൊക്കെ ഇതുണ്ട് എന്ന് പറയുമ്പോൾ എത്തരത്തിലായിരിക്കും ഇനി അന്വേഷണം മുമ്പോട്ട് പോവുക? ശിവശങ്കറുമായുള്ള ചാറ്റിൽ ബിരിയാണി ചെമ്പിന്റെ കാര്യം പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ഫോൺ എന്നൊക്കെയാണല്ലോ ഇതിനകത്ത് പറയുന്നത് സ്വപ്ന. അപ്പോൾ അത് അന്വേഷണത്തിന് എത്രത്തോളം ഉപകാരമാകും, ഇല്ലെങ്കിൽ എന്ത് മാറ്റം വരുത്താനാണ് സാധ്യത? കസ്റ്റംസ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചതാണ്. ഇനിയൊരു തുടരന്വേഷണം നടത്തണോ എന്ന കാര്യത്തിൽ കസ്റ്റംസ് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഒരു രഹസ്യമൊഴി നൽകിയത്. എന്നാൽ സ്വപ്ന സുരേഷ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ താൻ കസ്റ്റംസിന് രഹസ്യമൊഴി നൽകിയപ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ ആ രഹസ്യമൊഴിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കസ്റ്റംസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല എന്നാണ് സ്വപ്ന സുരേഷിന്റെ ഒരു ആരോപണം. ഇത് നീളുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. അതായത് BJPയും CPMും ചേർന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുകളിക്കുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം. ആ പ്രതിപക്ഷ ആരോപണത്തിന് കൂടുതൽ ആക്കം പകരുന്നതാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്തിമ കുറ്റപത്രം നൽകാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു വേളയിലാണ് സ്വപ്ന സുരേഷ് ഈ രഹസ്യമൊഴി നൽകുന്നത്. ആ രഹസ്യമൊഴിക്ക് മുൻപായിട്ടാണ്
ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഈ രഹസ്യമൊഴിയെ തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് ED പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ED കഴിഞ്ഞ ദിവസം ഈ രഹസ്യമൊഴി പകർപ്പ് കോടതിയിൽ നിന്നും എടുത്തിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥൻ എടുത്തിരുന്നു. അത് സംബന്ധിച്ച് കൂടുതൽ വസ്തുതകൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഇപ്പോൾ ഈ സത്യവാങ്മൂലം പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയാണ് വലിയ തോതിലുള്ള ഗൗരവമേറിയ ആരോപണം സ്വപ്ന ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി, ഷാർജ ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ ഷാർജയിലുള്ള IT ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ രാജകുടുംബത്തിന്റെ എതിർപ്പ് മൂലം ഇത് നടന്നില്ല എന്നാണ് സ്വപ്ന പറയുന്നത്. ഒപ്പം ഈ സംഭാഷണങ്ങളിലെല്ലാം തന്നെ, ഈ ആശയവിനിമയം നടക്കുമ്പോഴെല്ലാം തന്നെ ശിവശങ്കരും നളിനി നെറ്റോയും ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് ഈ ശിവശങ്കരൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നോട് നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ ഈ മൊബൈൽ ചാറ്റുകളിൽ ഉണ്ട്. അവ NIAയുടെ കസ്റ്റഡിയിലാണ്. ഈ മൊബൈൽ ഫോൺ വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ മൊബൈൽ ഫോൺ NIAയുടെ കസ്റ്റഡിയിലാണ്. അതായത് സ്വപ്ന പറയുന്നത് താൻ നേരത്തെ നൽകിയ രഹസ്യമൊഴിയിൽ, അതായത് കസ്റ്റംസിനും NIAയ്ക്കും നൽകിയ രഹസ്യമൊഴികളിലെല്ലാം തന്നെ ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിവരങ്ങളൊന്നും തന്നെ കേന്ദ്ര ഏജൻസികൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നാണ്. ഈ ശിവശങ്കറിന്റെ ചാറ്റ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡി, NIA നൽകിയ കേസിൽ കോടതിയുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും സ്വപ്ന ചില കാര്യങ്ങൾ സംശയിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ തെളിവുകൾ നശിപ്പിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുമോ എന്ന് പോലും സ്വപ്ന സംശയിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും വലിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന ഇപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയിരിക്കുന്നത്. ഏതായാലും CPM-ന് ഇത് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകും. ശരി സുവി, നന്ദി. വിവരങ്ങൾക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. സ്വപ്നയുടെ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രഹസ്യമൊഴിക്ക് മുൻപ് കോടതിയിൽ നൽകിയ സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. രഹസ്യമൊഴിക്ക് മുൻപ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. മകളുടെ ബിസിനസിന് മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്ന് സ്വപ്ന പറയുന്നുണ്ട്. 2017 സെപ്റ്റംബറിൽ ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തിയപ്പോൾ ക്ലിഫ് ഹൌസിൽ ചർച്ച നടത്തി. ചർച്ചയിൽ M ശിവശങ്കറും നളിനി നെറ്റോയും പങ്കെടുത്തു. ബിരിയാണി ചെമ്പിന്റെ വിവരങ്ങൾ താനും ശിവശങ്കറും തമ്മിലുള്ള ചാറ്റിലുണ്ട് എന്നും സ്വപ്ന പറയുന്നുണ്ട്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഇവിടെ ഈ ബിരിയാണി ചെമ്പിൽ ലോഹം കടത്തി എന്നത് തെളിയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളാണ് ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുന്നത്. അതുകൂടി ആകുമ്പോൾ വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ പലർക്കും ആശങ്കയുണ്ടാവും. ഇത്രയും തെളിവുകൾ നിരത്തി സ്വപ്ന ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ധന്യ, ഇത് തെളിവുകളല്ല, കോടതിക്ക് നൽകിയ സത്യവാങ്മൂലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ അധികം, അതായത് സത്യമായി കോടതിയെ ഒരു കാര്യം ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് മുന്നിൽ നൽകുന്ന സത്യവാങ്മൂലമാണ്. അതിൽ ഒരു കളവോ വഞ്ചനയോ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ കാര്യങ്ങൾ സത്യമാണ് എന്ന് കോടതിയെ സ്വപ്ന അറിയിച്ച വിവരങ്ങളാണ് ഇവ. പ്രധാനമായും അതിൽ പറയുന്നത് 2017 സെപ്റ്റംബറിൽ ഷാർജ ഭരണാധികാരി ഈ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയപ്പോഴാണ് ഈ ക്ലിഫ് ഹൌസിൽ വെച്ച് അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയും ശിവശങ്കരനും നളിനി നെറ്റോയും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. ഷാർജ ഭരണാധികാരിയോട് തന്റെ മകളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രധാനമായും വീണ വിജയന് ഷാർജയിൽ IT കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഈ സഹായം അഭ്യർത്ഥിച്ചത്. IT മന്ത്രിയുമായും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അതിനുശേഷം നിരവധി തവണ താനുമായി ശിവശങ്കരനുമായി നിരവധി തവണ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആശയവിനിമയം നടത്തിയത് മൊബൈലിലാണ്. അതിന്റെ ചാറ്റുകൾ ഉണ്ട്. ആ മൊബൈൽ ഇപ്പോൾ NIAയുടെ കേസിന്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ബിരിയാണി ചെമ്പിൽ ലോഹ വസ്തുക്കൾ ആണ് ഉണ്ടായിരുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്ന മറ്റൊരു കാര്യം. നേരത്തെ പറഞ്ഞിരുന്നത് ആ ലോഹ വസ്തുക്കൾ, അതായത് സമ്മാന പൊതികളാണ് ഈ കോൺസുലേറ്റ് വസതിയിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയിരുന്നത്. അവ അതായത് വലിയ കാറുകളിലാണ് കൊണ്ടുപോയത് എന്നുമാണ് സ്വപ്ന സുരേഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഏതായാലും രഹസ്യമൊഴിക്ക് മുൻപായി സ്വപ്ന നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് ഇതിലുള്ളത്. ഇനി രഹസ്യമൊഴിയിൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ ഗൗരവമായ വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. ഏതാനും ദിവസങ്ങളായി മുഖ്യമന്ത്രിക്ക് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്.
നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാധൂകരിക്കുന്ന രീതിയിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ധന്യ. ശരി, നന്ദി സുവി. ഇടവേള. വാർത്തകളിലേക്ക്. സ്വപ്നയുടെ സത്യവാങ്മൂലത്തിലുള്ളത് ഗുരുതര ആരോപണങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വപ്ന നൽകിയത് കള്ളമൊഴിയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമത്തിന്റെ വഴി തേടുന്നില്ല എന്നും സതീശൻ ചോദിച്ചു. അതിന്റെ വിശ്വാസ്യത എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയെ ആശ്രയിച്ച് ഞങ്ങൾ പ്രതികരണം നടത്തുമ്പോൾ അത് ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. ശരിയാണെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്. മാധ്യമങ്ങൾ പുറത്തുവിടുന്ന 164(5) സ്റ്റേറ്റ്മെന്റിന്റെ സംബന്ധിച്ച വിവരങ്ങൾ ശരിയാണെങ്കിൽ ഞെട്ടിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം ഇപ്പോഴും ഇതൊന്നും എടുത്ത് ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടും അതിന്മേലൊരു ലീഗൽ റെമഡി മുഖ്യമന്ത്രി സ്വീകരിക്കാത്തത്? മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമെന്ന സ്വപ്നയുടെ ഇന്നലത്തെ ആരോപണത്തിന് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. ദുരഭിമാനം വെടിഞ്ഞ് മുഖ്യമന്ത്രി ആ കാലത്ത് എന്തൊക്കെ ഇടപാടുകളാണ് കള്ളക്കടത്തുകാരുമായി ചേർന്ന് നടത്തിയത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു നിമിഷം പോലും അധികാരത്തിൽ ഇരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം സംസ്ഥാന മുഖ്യമന്ത്രിക്കില്ല. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായി ചേർന്ന് ക്ലിഫ് ഹൌസിലെ അടച്ചിട്ട മുറിയിൽ എന്താണ് ചർച്ച ചെയ്തത്? മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിക്ക് ഒരു വിദേശ രാജ്യത്തെ ഭരണാധികാരിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ആവശ്യങ്ങൾ സംസാരിക്കാനോ, ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു വിദേശ രാജ്യത്തെ ഭരണാധികാരിയുമായിട്ട് അത്തരത്തിൽ ചർച്ച നടത്താനോ, അതിനുവേണ്ടി ഒരാളെ ഇടനിലക്കാരിയായി വെക്കാനോ യാതൊരു തരത്തിലും അവകാശമില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും സദാചാരത്തിനും എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തരമായി തൽസ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത്. ഇനിയും മുഖ്യമന്ത്രിയുടെ രാജി വൈകിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിന് തീരാ കളങ്കമാണ്. ചെമ്പിൽ സ്വർണം കടത്തി എന്നുള്ളതിന് ശിവശങ്കരനുമായി നടത്തിയ സംഭാഷണങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളുടെ തെളിവുകളുണ്ടെന്നാണ് പറയുന്നത്. ചെമ്പിൽ സ്വർണം തിരിച്ച് അവിടെ എത്തിക്കാൻ ആര് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ശിവശങ്കരന്റെ ഉപദേശമുണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വരേണ്ടത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുകയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല. ഇല്ല, എൻഐഎക്കില്ല. അതായത് ഞാൻ പറയാം. അതായത് കസ്റ്റംസ് 2 കേസുകളാണ് ഇതിൽ അന്വേഷിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധാരണാജനകമായിട്ട് ഈ കാര്യങ്ങളെ കാണരുത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും കസ്റ്റംസ് 2 ആയിട്ടാണ് അന്വേഷിക്കുന്നത്. ഡോളർ കടത്ത് കേസ് വേറെ അന്വേഷിക്കുന്നത് തന്നെ ഇതിൽ ഇനി പുറത്തുവരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും കൂടുതൽ തെളിവുകളെ സംബന്ധിച്ചും അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരു കേസിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ UAE കോൺസുലേറ്റിനെയും കോൺസുലേറ്റ് ജീവനക്കാരെയും അറ്റാഷയെയും മറ്റും ചോദ്യം ചെയ്യാൻ വൈകുന്നതിലുള്ള കാലതാമസമാണ് അന്വേഷണത്തിന് തടസ്സമായി നിന്നത്. അത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. വീണ്ടും വീണ്ടും ആ കാര്യം പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. പക്ഷേ ഒരു അന്വേഷണവും അവസാനിച്ചിട്ടില്ല. ശക്തമായിട്ട് അന്വേഷണം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം, അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമെന്ന സ്വപ്നയുടെ ഇന്നലത്തെ ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മറുപടി. സ്വപ്നയുമായി പരിചയമുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുടെ വീഡിയോയാണ് പുറത്തുവിട്ടത്. 2020 ഒക്ടോബർ 13 നടത്തിയ വാർത്താ സമ്മേളനത്തിലെ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചത്. ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വിവാദ വനിതയെ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ജയിലിൽ കടന്ന സമയത്ത്. CM സ്വപ്ന സുരേഷ് കൊടുത്തൊരു മൊഴിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയെക്കുറിച്ചാണ്. അതായത് ക്ലിഫ് ഹൗസിൽ അവര് കോൺസുലിനോടൊപ്പം വരികയും അവിടെ വെച്ച് താങ്കളാണ് ഈ ശിവശങ്കരനായിരിക്കും UAE കോൺസുലേറ്റുമായിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് എന്ന് താങ്കൾ പറഞ്ഞതനുസരിച്ചാണ്
പിന്നീട് അവർ തമ്മിലുള്ള സംസാരവും ഇടപാടൊക്കെ നടന്നെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കോൺസുലേറ്റ് ജനറലിന്റെ സെക്രട്ടറി എന്ന നിലക്കാണ് അവര് എന്റെ അടുത്ത് വന്നിരുന്നത്. ആ നിലക്കാണ് അവരെ പരിചയമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് വസ്തുത. അതിനകത്ത് കോൺസുലേറ്റ് ജനറൽ വരുന്ന സമയത്തൊക്കെ ഇവരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഒരു ചീഫ് മിനിസ്റ്ററും കോൺസുലേറ്റ് ജനറലും തമ്മിൽ കാണുന്നതിൽ യാതൊരു അസാംഗത്യവും ഇല്ല. സാധാരണഗതിയിൽ പല കാര്യങ്ങൾക്ക് കാണൂല. അവരുടെ ഒരു പരിപാടി നടക്കുന്നു, ആ പരിപാടിക്ക് ക്ഷണിക്കാൻ പോയാലും പോയില്ലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലക്ക് ആ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ വേണ്ടി വരില്ലേ? സാധാരണ ഒരു മര്യാദയല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എപ്പോഴൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ ഈ പറയുന്ന സ്വപ്നയും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാഞ്ഞെടുത്തെന്ന എഫ്ഐആർ സ്ഥിരീകരിച്ച് വിമാന കമ്പനിയുടെ റിപ്പോർട്ട്. ഇൻഡിഗോ കമ്പനിയുടെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അതേസമയം ഇ പി ജയരാജനെതിരായ പരാതികൾ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്ക് കൈമാറി. എന്നാൽ കേസെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് മാനേജറാണ് വലിയതുറ പോലീസിന് റിപ്പോർട്ട് നൽകിയത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ 3 പേർ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയുടെ നേർക്ക് എത്തി. അതേസമയം ഒരാൾ പ്രവർത്തകരെ തടഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കായികമായി തടഞ്ഞ ഇ പി ജയരാജനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത്. പരാതികൾ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി വിജയ് സാഖറേക്ക് കൈമാറി. എന്നാൽ കേസെടുക്കാനുള്ള നടപടികൾ എടുത്തിട്ടില്ല. ഇതിനിടെ വിമാനത്തിലെ പ്രതിഷേധ കേസ് ജില്ലാ കോടതിക്ക് കൈമാറി. സിവിൽ ഏവിയേഷൻ നിയമപ്രകാരമുള്ള കേസ് ആയതിനാലാണ് ജില്ലാ കോടതിക്ക് വിട്ടത്. ജില്ലാ കോടതിക്ക് വിടേണ്ടതില്ലെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഓൺലൈനായി യോഗം ചേർന്നു. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കാനാണ് തീരുമാനം. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കണ്ണൂരിൽ എത്തിച്ച് തെളിവെടുക്കും. ഇവരുടെ ഫോൺ രേഖകളും പരിശോധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം, കണ്ണൂർ. വിമാനത്തിലെ പ്രതിഷേധം ആവശ്യമില്ലാത്തതെന്ന് കെ സുധാകരൻ. നേതൃത്വത്തിന്റെ അറിവോടെയല്ല പ്രതിഷേധിച്ചത്. എങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ തള്ളിപ്പറയുന്നില്ല. പുതിയ തലമുറയുടെ പ്രതികരണമാണിത്. വിമാനത്തിലെ പ്രതിഷേധത്തിൽ ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഞങ്ങൾ ആരും അതിനെ പ്രോത്സാഹിപ്പിച്ചവരല്ല. അവരെന്തിനു പോയി എന്ന് പോലും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അറിയണ്ടേ എന്തിനു പോയി, എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾക്കറിയില്ല. അവർ തള്ളിപ്പറയല്ല. അവരുടെ പ്രതിഷേധത്തിന്റെ ഒരു പുതിയ മുറ ഒന്ന് കാണിക്കാമെന്ന് പുറപ്പെട്ട് വിചാരിച്ച് പോയതായിരിക്കാം. ഉദ്ദേശശുദ്ധി അതായിരിക്കാം. പക്ഷേ അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഞങ്ങളതിനെ ന്യായീകരിക്കുന്നില്ല. വിമാനത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള സംഘത്തെ ടിക്കറ്റ് എടുത്ത് അയച്ചത് KPCC പ്രസിഡന്റാണെന്ന് MP ജയരാജൻ. പ്രത്യേക സംഘത്തിന് ടിക്കറ്റ് എടുത്തു കൊടുത്തത് ആരാണ് എന്ന് അന്വേഷിച്ചാൽ DCC ഓഫീസിന്റെ പങ്ക് വ്യക്തമാകും. ഇ പി ജയരാജനെ വധിക്കാൻ കൊട്ടേഷൻ സംഘത്തെ അയച്ചത് K സുധാകരനാണെന്ന് വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസ് വക്താവിന്റെ വെളിപ്പെടുത്തലെന്നും MP ജയരാജൻ പറഞ്ഞു. 12:48 ഉച്ചക്കാണ് 36,000 രൂപ അടച്ച് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റിനുള്ള പണം അയച്ചത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി ഈ ടിക്കറ്റിന് പണം അയക്കാൻ കൊടുത്തയക്കുന്നത് DCC ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ വേണ്ടിയുള്ള സ്ഥിരം കുറ്റവാളിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ടിക്കറ്റ് എടുത്ത് പറഞ്ഞയക്കുന്നതും KPCC പ്രസിഡന്റാണ്. ഇ പി ജയരാജനെ വെടിവെക്കാൻ തോക്കും പണവും നൽകി കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളെ അയച്ചത് K സുധാകരനാണെന്ന് ഉറപ്പിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ മാധ്യമ വക്താവിൻ്റെ ചാനലിലെ പറച്ചൽ. സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഷാജ് കിരൺ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായി. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എത്തിയതെന്നും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് പറയുമെന്നും ഷാജ് കിരൺ. തനിക്കെതിരെയും ഗൂഢാലോചന നടന്നതായി സംശയമുണ്ടെന്നും ഷാജ് കിരൺ പറഞ്ഞു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയും. വിശദമായ മൊഴിയെടുക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയും. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുള്ളതായി എനിക്കൊരു സംശയമുണ്ട്. അപ്പം കാരണം എന്നെ തന്നെ ഇതിനകത്ത് പെടുത്തിയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയാനുള്ള കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. മറ്റു കാര്യങ്ങൾ കണ്ട് ഇറങ്ങിയതിന് ശേഷം എല്ലാവരോടും പറയുന്നതായിരിക്കും.
വി.ഡി. സതീശന് സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണി. സതീശന്റെ ഭാര്യ പരവൂരിൽ മത്സരിക്കേണ്ടി വരുമെന്ന് പോസ്റ്റിൽ പറയുന്നു. CPM ആക്രമിച്ചാൽ പ്രതിരോധിക്കുമെന്നും പോലീസിനോടുള്ള സമീപനം മാറ്റുമെന്നുമുള്ള സതീശന്റെ പരാമർശത്തിലാണ് ഭീഷണി. DGPക്ക് പരാതി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകരുടെ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ഗ്രനേഡും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഹാരാജാസ് കോളേജിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. പ്രതിരോധം മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് കുതിച്ചതോടെ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രവർത്തിച്ചു. പിന്നീട് പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആലപ്പുഴ കലക്ടറേറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. നെയിം ബോർഡ് ഇല്ലാതെ നിന്ന പോലീസുകാരൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് ആരോപിച്ച് പോലീസുമായി വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തിവീശി. തൊടുപുഴയിൽ പ്രവർത്തകന്റെ തലയടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ കോൺഗ്രസ് നിയമ നടപടിക്ക്. സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് ലാത്തിചാർജ് നടത്തിയതെന്ന് പരാതി. കഴുത്തിനു മുകളിൽ പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ തൊടുപുഴ നടത്തിയിട്ടുള്ളത് ലാടം കെട്ടിയ ലാത്തിയാണ്. ലാത്തിയുടെ ഒരറ്റത്ത് അവര് ഇരുമ്പ് കൊണ്ട് അതുണ്ടാക്കി അടിച്ചാൽ അവർ തകരണം. ആ രൂപത്തിൽ ബോധപൂർവം ചെയ്തിരിക്കുകയാണ്. DGP അതിനെക്കുറിച്ച് പരിശോധിക്കണം. ലാടം കെട്ടിയ ലാത്തി ഈ കേരളത്തിൽ എവിടെയൊക്കെ വിതരണം ചെയ്തിട്ടുള്ളത് ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി നടത്തിയ നടപടിയാണ്. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. പോലീസ് മാനുവലില്ല, പോലീസ് ആക്ടിനകത്തില്ല, ഒരിടത്തും ഇല്ലാത്ത ചില സാധനങ്ങൾ വെച്ചാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് നടപടി നടത്തിയത്. എത്രമാത്രം ഫോഴ്സ് ഉപയോഗിക്കാം എന്നതിനെ ഏത് നിലയ്ക്ക് ഉപയോഗിക്കാം, അപകടകരമായ രീതിയിൽ അത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശമുണ്ട്. ബഹുമാനായ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടി നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഈ ലാത്തിചാർജിൽ കഴുത്തിന് മുകളിൽ അടിച്ച് മനഃപൂർവ്വം പരിക്കേൽപ്പിച്ച പോലീസുകാർക്കെതിരെ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കോഴിക്കോട് തിക്കോടിയിൽ ഡിവൈഎഫ്ഐയുടെ കൊലവിളി മുദ്രാവാക്യം. ഇന്നലെ രാത്രിയിൽ ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം വിളിച്ചത്. പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ കൊല്ലാൻ മടിക്കില്ലെന്നും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത് ലാലിനെയും ഓർമ്മയില്ലേ എന്നുമാണ് മുദ്രാവാക്യം. പോലീസും CPM ഗുണ്ടകളും ചേർന്ന് UDF സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി പ്രതിപക്ഷ നേതാവ്. ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തുകയാണ്. എല്ലാ ഗൂഢാലോചനയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത്. ക്രിമിനലുകളെ ഇറക്കിവിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ് CPM ശ്രമം. സമരം നടത്തുന്ന സ്ത്രീകൾക്കെതിരെ സൈബർ ഗുണ്ട ആക്രമണം നടക്കുകയാണെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. ഈ ഗുണ്ടകളെ ഈ കണ്ടോൺമെന്റ് ഹൗസിന്റെ അകത്ത് വീട് അതിക്രമിച്ചകത്ത് കയറാൻ വേണ്ടി പറഞ്ഞുവിട്ടു. കേരളത്തിൽ നിരവധി ഓഫീസുകൾ തകർക്കപ്പെട്ടു. നിരവധി ഓഫീസുകൾക്ക് ബോംബെറിഞ്ഞു. പല ഓഫീസുകളും തീവച്ച് കത്തിച്ചു. ഇവിടുത്തെ ഇടുക്കിയിലെ DCC പ്രസിഡന്റിനെ മാരകമായി ഇടിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസും CPM-ഉം ചേർന്ന് ഗുണ്ടകളും ചേർന്ന് UDF സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഈ സമരത്തെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സമരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിനും വേണ്ടിയിട്ടും
രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇടതുമുന്നണി അക്രമം വ്യാപിപ്പിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അക്രമങ്ങൾക്ക് അവർ തല കുനിക്കേണ്ടി വരും. ഇതിന്റെ ഉദാഹരണമാണ് ഉമാ തോമസ്. അക്രമത്തെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അക്രമം വ്യാപിപ്പിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. പക്ഷേ ഏത് അക്രമം നടത്തിയാലും ഓരോ അക്രമത്തിന്റെ മുമ്പിലും ഇടതുപക്ഷം തല കുനിക്കേണ്ടി വരും. അതിലൊന്നാണ് എൻ്റെ സമീപത്ത് നിൽക്കുന്ന ഉമാ തോമസ്. ചെയ്യാവുന്ന എല്ലാ വൃത്തികേടുകളും അവിടെ ചെയ്തിട്ടുണ്ടായ ഇലക്ഷനിൽ. പക്ഷേ ജനം എവിടെയെന്ന് തെരഞ്ഞെടുപ്പ് ഫലം ലോകത്തെ അറിയിച്ചിരിക്കുന്നു. ഏറെ മുമ്പോട്ട് പോകാനൊന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ സമ്മതിക്കില്ല. ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഭരണവുമാണ് കേരളത്തിൽ കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ രംഗത്തെ പതനത്തിന് സമയം ആസന്നമായി എന്നത് തെളിയിക്കും. ആ ചുറ്റുപാടാണ് കേരളത്തിലുള്ളത്. ഇടവേള. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഇത്തവണ 99.26 വിജയശതമാനം. പരീക്ഷ എഴുതിയതിൽ 4,23,303 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 44,363 വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയത്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൌകര്യമൊരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ പ്രത്യാഘാതം എന്തെന്ന് വ്യക്തമാക്കാൻ പ്രോസിക്യൂഷനോട് ഹൈക്കോടതി. വിഷയത്തിൽ പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേൾക്കേണ്ടതുണ്ടെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കുരുക്കുമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 3-ാം ദിനവും രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ED നടപടിയിൽ ഇന്നും ഡൽഹിയിൽ സംഘർഷമുണ്ടായി. AICC ആസ്ഥാനത്ത് നിന്ന് നിരവധി പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.